ഞാനിപ്പോൾ ഉള്ളത് ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ടി.എം. ശശിയോടൊപ്പമാണ്. ടി.എം. ശശി നിയമസഭയിലേക്ക് ആദ്യമായാണ് മത്സരിക്കുന്നത്. സാങ്കേതിക അർത്ഥത്തിൽ വേണമെങ്കിൽ പുതുമുഖമെന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹം പാലക്കാട് ജില്ലയ്ക്ക് തന്നെ ചിരപരിചിതനാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ജയിപ്പിച്ചവരിൽ ഒരാൾ കൂടിയാണ്. എന്തായാലും നമുക്കൊരു ഭാഗ്യം കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ആലത്തൂർ നിയോജക മണ്ഡലത്തെ നയിച്ച കെ.ഡി. പ്രസേനൻ എം.എൽ.എ. കൂടി അദ്ദേഹത്തോടൊപ്പമുണ്ട് ഈ പ്രചാരണത്തിന്. എന്തായാലും ആദ്യം നമുക്ക് ടി.എം. ശശിയോട് തന്നെ സംസാരിക്കാം. എങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്? എന്തായാലും വിജയപ്രതീക്ഷകളെക്കുറിച്ച് നമുക്ക് വലിയ സംശയമൊന്നുമില്ലല്ലോ. വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രചരണം ഏറ്റെടുത്ത് നടക്കുന്നത്. നമുക്കറിയാലോ, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിന് സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്താൻ ഒരു ഗവൺമെൻറ് ഉണ്ടായി, ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ജനകീയനായ ഒരു എം.എൽ.എ. കൂടി കഴിഞ്ഞ 10 കൊല്ലമായിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ഈ മണ്ഡലത്തിനുണ്ട്. സമാനതകളില്ലാത്ത വികസനത്തിൻ്റെ മാതൃകയാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിനൊപ്പം തന്നെ ആലത്തൂർ ഉണ്ടാക്കിയത്. ആലത്തൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത മറ്റ് മണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമായി ദിശ, അതുപോലെ തന്നെ നന്മ, അതുപോലെ നിറ തുടങ്ങിയ പ്രത്യേക പദ്ധതികൾ വെച്ച് ആലത്തൂരിന് പ്രത്യേക വികസനം കൂടി പ്ലാൻ ചെയ്തൊരു എം.എൽ.എ. ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനവും ആലത്തൂരിൻ്റെ വികസനവും നോക്കുമ്പോൾ തുടർച്ചയല്ലാതെ മറ്റൊന്നും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കില്ല എന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കണ്ടല്ലോ, വളരെ ആവേശത്തിലാണ് സഖാക്കളുള്ളത്. തീർച്ചയായും ഈ കേരളത്തിൻ്റെ പൊതുവായ മനസ്സാണ് ഈ ആലത്തൂരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലത്തൂരിൻ്റെ മാത്രം പ്രത്യേകത ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൻ്റെ പൊതുവായ മനസ്സ് ഇതുപോലെ ആവേശത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിണറായി ഗവൺമെന്റിന് 3ാം ടേം കൊടുക്കുന്നതിനുള്ള കാത്തിരിപ്പിന് വേണ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ഥാനാർത്ഥി അതിവേഗമാണ് ഓടുന്നത്, വളരെ കുറഞ്ഞ സമയമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ 20 വളരെ ചുരുങ്ങിയ ദിവസമാണല്ലോ സാധാരണ നിയമസഭ കിട്ടുന്നതിനേക്കാൾ ചുരുങ്ങിയ ദിവസമാണ്. അപ്പോൾ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എല്ലാവരെയും ഒന്ന് കണ്ടുപോകണം എന്ന് ആഗ്രഹിക്കണം. അതിനനുസരിച്ചാണ് ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മുഴുവൻ സമയം പ്രസേനനും കൂടെയുണ്ട്, പ്രവർത്തകരും ജില്ലാ സെക്രട്ടറി മെമ്പറാണ്, പൊന്നുകൂട്ടനുണ്ട്, മണ്ഡലം സെക്രട്ടറി ഉണ്ട്, നേതാക്കളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡാണ് കാണുന്നത്. പ്രസേനൻ എം.എൽ.എയോട് കൂടിയാണ്. എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത് എന്നാണ് ശശി സഖാവിന് പറയാനുള്ളത്? വളരെ ആവേശകരമായ അനുഭവമാണ് ആലത്തൂർ മണ്ഡലത്തിൽ പൊതുവായി എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാവുക. ഇവിടുത്തെ പ്രത്യേകത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് അണിനിരക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു പിന്തുണ ഈ മണ്ഡലത്തിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ജനങ്ങൾ നൽകാറുണ്ട്. അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടെടുക്കാറുമുണ്ട്. അതുകൊണ്ട് പരസ്പരം ഉള്ള വിശ്വാസം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരമായ വിജയം ആവർത്തിക്കാൻ സാഹചര്യമൊരുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അതിവേഗം പ്രചരണം നടക്കട്ടെ. വളരെ കുറഞ്ഞ സമയം. എല്ലാവിധ ആശംസകളും.